നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ ഉത്തരാർദ്ധിലെ രണ്ടാമത്തെ പേപ്പറിലുള്ള അലങ്കാർ എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ രസ, ചന്ത്, അലങ്കാർ ഇത് 3 എണ്ണമാണ് ഉള്ളത്. അതിൽ മൂന്നാമത്തെ പാർട്ടാണ് അലങ്കാർ. അലങ്കാർ എന്നാൽ അലങ്കാരം, ഭൂഷണം എന്നുള്ളതാണ്. കവിതയ്ക്കുള്ള അലങ്കാരം എപ്രകാരമായിരിക്കും? കാവ്യ में शोभा लाने वाले तत्व अलंकार कहलाता है. കാവ്യത്തിൻ്റെ ആ ഭംഗി വർദ്ധിപ്പിക്കുന്നതിനുള്ള തത്വത്തെ നമ്മൾ അലങ്കാരം എന്ന് പറയുന്നു. അലങ്കാർക്കെ 2 ഭേദ് ഹേ, 2 ഭേദങ്ങളാണ് ഉള്ളത്. ഒന്ന് ശബ്ദാലങ്കാർ എന്നും രണ്ടാമത്തേത് അർത്ഥാലങ്കാർ എന്നും ആണ് ഉള്ളത്. അതിൽ ശബ്ദത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്നതിനെ നമ്മൾ ശബ്ദാലങ്കാരം എന്നും അർത്ഥത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്നതിനെ നമ്മൾ അർത്ഥാലങ്കാരങ്ങളെന്നും പറയുന്നു. दोनों अलंकार काव्य की शोभा बढ़ाते हैं. 2 അലങ്കാരങ്ങളും കാവ്യത്തിൻ്റെ ആ ഭംഗിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അതിൽ വരുന്ന ചോദ്യം ഇതാണ്: കിസി ഏക സോദാഹരൺ ലക്ഷൺ ബതായിയെ. ഏതെങ്കിലും ഒന്നിൻ്റെ ലക്ഷണം ഉദാഹരണത്തോടുകൂടി വ്യക്തമാക്കുക. ആദ്യത്തേത് യമക് എന്നുള്ളതാണ്. ഈ യമക് അലങ്കാർ എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വാക്കായിരിക്കും, പക്ഷേ അതിന് വേറെ വേറെ അർത്ഥങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അത് നോക്കാം. വഹേ ശബ്ദ പുനി പുനി പരേ അർത്ഥ ഔർ ഹി ഔർ. ജഹാം ഏക് യാ ഏക് സെ അധിക് ശബ്ദ, ഒന്നോ അതിൽ കൂടുതലോ വാക്കുകൾ ഏക് സെ അധിക് ബാർ പ്രയുക്ത, ആ വാക്ക് പല പ്രാവശ്യം ആവർത്തിക്കുകയും പരന്തു ഉൻകാ അർത്ഥ ഭിന്ന ഭിന്ന ഹോ വഹാം യമകാലങ്കാർ ഹോത്താ ഹെ, അതിൻ്റെ അർത്ഥം വ്യത്യസ്തമായിരിക്കും. അതിനെയാണ് നമ്മൾ യമകാലങ്കാർ എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം എന്താണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് കനക് കനക്തേ സൗഗുനി മാദകത അധികായ് ഉഹി കായേ ബരേരായി ജഗ് ഈ പായി ബൗരായ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹാം കനക് ശബ്ദ 2 ബാർ ആയാ ഹെ. ഈ കനക് എന്നുള്ള ശബ്ദം ഇവിടെ 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. और उसका अर्थ भी बदलता गया है, അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. पहले कनक का अर्थ दतूरा है और दूसरा का अर्थ सोना है. ആദ്യത്തെ കനക എന്നുള്ളതിൻ്റെ അർത്ഥം ദത്തൂര എന്ന് പറയുന്നത് കാഞ്ഞിരക്കായ എന്നുള്ളതും രണ്ടാമത്തേതിൻ്റെ അർത്ഥം സ്വർണം എന്നുള്ളതാണ്. അദഹ യഹാം പർ കനക് കനക് മേം യമക് അലങ്കാർ ഹെ. അതിനാലാണ് ഇത് കനക് കനക് എന്നുള്ളത് യമക അലങ്കാരമായി തീർന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിൽ ഈ ദധൂര എന്ന് വെച്ചാൽ അത് കഴിക്കുന്നത് കൊണ്ട് വളരെയധികം ലഹരി ഉണ്ടാവുകയും സ്വർണം എന്ന് വെച്ചാൽ ഇവിടെ സമ്പത്ത് എന്നാണ്, അത് നേടുന്തോറും കൂടുതൽ വേണം എന്നുമുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ഉപമ അലങ്കാരമാണ്. जहाँ 2 पदार्थों की आकृति गुण आदि से समानता की जाए वहाँ उपमा अलंकार होता है. ഇതിൽ 2 പദാർത്ഥങ്ങളുടെ ആകൃതി, ഗുണം മുതലായവയുടെ സാമ്യത വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഉപമാ അലങ്കാരം എന്ന് പറയുന്നു. ഇസ്കാ ലക്ഷൺ വിദ്വാനും നിമ്നലിഖിത പ്രകാർ സേ ബി കിയാ ഹെ. ഇതിൻ്റെ ലക്ഷണങ്ങൾ വിദ്വാൻമാർ താഴെ പറയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. രൂപ രംഗ ഗുൺ കാഹു കോ അനുസാർ താക്കോ ഉപമാ കഹത് ഹേ ജെ സുബുദ്ധി ആകാർ. ഉപമാ അലങ്കാർ 4 അംഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അവയാണ് ഉപമേ, ഉപമാൻ, സാധാരൺ ധർമ്മ और വാചക് ശബ്ദ. അതിൽ ആദ്യത്തേത് ഉപമേ. ജിസ് പദാർത്ഥ യാ വ്യക്തി കാ വർണ്ണൻ കിയാ ജായ്. ഒരു പദാർത്ഥത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അതിനെ ഉപമേ എന്ന് പറയുന്നു. ഉദാഹരണത്തിന് മുഖ് ആദി, മുഖം മുതലായവ. ഉപമാൻ ജിസസെ തുലനാക്കി ജായ്, ഏതിനാടാണോ താരതമ്യപ്പെടുത്തുന്നത് അതിനെയാണ് ഉപമാനം എന്ന് പറയുന്നത്. ജയ്സെ ചന്ദ്രമ കമൽ ആദി, നിലാവ്, താമര തുടങ്ങിയവ. സാധാരൺ ധർമ്മ ജിസ് ഗുൺ യാ ക്രിയാക്കി തുലനാക്കി ജാതി ഹെ, അതിൻ്റെ ഗുണം അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് താരതമ്യപ്പെടുത്തുന്നത്. ജയ്സെ സുന്ദരത ആദി. വാചക് ശബ്ദ ജിസ് ശബ്ദ സെ തുലന പ്രകട ഹോത്തി ഹെ, ആ ശബ്ദത്തിൽ നിന്നും താരതമ്യം പ്രകടമാക്കാനായി കഴിയുന്നു. അതാണ് ആ വാക്കുകളാണ് സമാൻ, സദൃശ്, സേ, ഇവ, തുല്യ, ജോം, ജയ്സെ, ജിമി, നായി, ഭാന്തി, യോം ആദി. ഇപ്രകാരമായിരിക്കും ഇതിൽ വരിക. किसी वस्तु का यानी उपमेय का रूप रंग या गुण आदि के किसी दूसरी वस्तु यानी उपमान अनुसार वर्णित किया जाता है वहाँ उपमा अलंकार होता है.
ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപമേയത്തിൻ്റെ രൂപം, രംഗം, ഗുണം തുടങ്ങിയവയോട് മറ്റൊരു വസ്തുവിൻ്റെ ഉപമാനത്തിനനുസരിച്ച് ഏതിനോടാണോ നമ്മൾ താരതമ്യപ്പെടുത്തി വർണ്ണിക്കുന്നത് അതിനെയാണ് ഉപമാലങ്കാരം എന്ന് പറയുന്നത്. ഉദാഹരണം വഹ് ദീപ ശിഖാസി ശാന്ത്. ഇവിടെ പറയുന്നത് യഹാം പർ വഹ് ഉപമേ ഹേ ഉസ്കി ദീപശിഖ സെ സമത ദിഖലായി ഹേ ജോ ഉപമാൻ ഹേ. ഏതാണോ ഉപമേയം വഹ് ഹേ ഉപമേ ഹേ ഔർ ഉസ്കി ദീപശിഖ, ദീപശിഖയുടെയുമായിട്ടുള്ള താരതമ്യമാണ് ഇതിൽ കാണിക്കുന്നത്. ജോക്കി ഉപമാൻ ഹേ, അതിനെയാണ് ഉപമാൻ എന്ന് പറയുന്നത്. പൂർണ്ണോപമ ജഹാ ഉപമ കെ ചാരോം അംഗ്, അതായത് അതിൽ ഉപമയുടെ 4 അംഗങ്ങളും ഉപമേ, ഉപമാൻ, സാധാരണ ധർമ്മ और വാചക് ശബ്ദ വിദ്യമാൻ ഹോ, 4ഉം അതിലുണ്ടെങ്കിൽ നമ്മളതിനെ പൂർണ്ണോപമ എന്ന് പറയുന്നു. അതായത് മുഴുവനായിട്ടും ഉള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജയ്സെ സീത കാ മുഖ് ചന്ദ്രമാ കെ സമാൻ സുന്ദർ ഹേ. സീതയുടെ മുഖം ചന്ദ്രനെ പോലെ, നിലാവിനെ പോലെ ഭംഗിയുള്ളതാണ്. അതിൻ്റെ ഉപമേയവും ഉപമാനവും സാധാരണ ധർമ്മ വാചക് ശബ്ദം എന്താണെന്ന് നോക്കാം. ഇതിൽ നോക്കിയോ, യഹാം മുഖ് ഉപമേഹേ, മുഖമാണ് ഉപമേ. ചന്ദ്രമ ഉപമേ, ഇത് ചന്ദ്രമയോടാണ് സീതയുടെ മുഖത്തെ താരതമ്യം ചെയ്യുന്നത്. സമാൻ എന്നുള്ളത് വാചക് ശബ്ദമാണ്. സുന്ദർ എന്നുള്ളത് സാധാരണ ധർമ്മവുമാണ്. അതേവ് യ പൂർണ്ണോപമ അലങ്കാർ ഹേ, അതിനാൽ ഇത് പൂർണ്ണോപമ അലങ്കാരമാണ്. അന്യ ഉദാഹരൺ തൻ, മൻ, വഹ്, ഹരി ഇതെല്ലാം ഉപമേയവും ആ ഉപമാനം എന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് മോം മെഴുകുപോലെയാണ്. വാചക് ശബ്ദ് സ ഗുൽചുക്ക അലിഞ്ഞുപോയി. തൻ മോം സ ഗുൽചുക്ക. മൻ ദീപ് സ ജൽചുക്ക. വ ദീപ്ശിഖ സി ശാന്ത്. ഹരി പത് കമൽ സെ കോമൾ. ഭഗവാന്റെ കാലുകൾ താമരയെപ്പോലെ കോമളമാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. രണ്ടാമത്തേത് ലുപ്തോപമ. ലുപ്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒന്ന് അതിൽ കുറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജഹാം ഉപമാക്കെ ചാരോം അംഗോമേ കിസി ഏക് യാ ഏക് സെ അധിക ലോപ് ഹോത്താ ഹേ വഹാം ലുപ്തോപമ അലങ്കാർ ഹോത്താ ഹേ. ഈ ഉപമയിൽ 4 അംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ അതിൽ കൂടുതലോ കുറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ലുപ്തോപമ അലങ്കാർ എന്ന് പറയുന്നു. ജയ്സെ മുഗ് ശശി കെ സമാൻ ഹേ. ഇസ്മേം സാധാരണ ധർമ്മ സുന്ദർ കാ ഖദൻ നഹി ഹേ. സുന്ദർ ഭംഗി എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നില്ല. അതഹ യഹാം ലുപ്തോപമ ഹേ, അതുകൊണ്ടാണ് ഈ വാക്യം ലുപ്തോപമയായത്. ഉപമ കെ ജിസ് അംഗ് കാ ലോപ് ഹോത്താ ഹേ ഉസി കെ നാം പർ ലുപ്തോപമ ഹോത്തി ഹേ. ഉപമയുടെ ഏത് അംഗമാണോ കുറയുന്നത് ആ പേരിലാണ് ലുപ്തോപമ വരുന്നത്. ജയ്സെ ഉപര്യോക്ത് ഉദാഹരണമേ സാധാരണ ധർമ്മ ലോപ് ഹോത്താ ഹേ അതഹ വഹാം ധർമ്മ ലുപ്തോപമ ഹോത്തി ഹേ. മുകളിലെ തന്നിരിക്കുന്ന ആ വരികളിൽ സാധാരണ ധർമ്മം ഇല്ല, അതിനാൽ ഇവിടുത്തെ ധർമ്മം ലുപ്തോപമയാണ്. ഉപമേ കാ കഥൻ ന ഹോനെ ഉപമേ ലുപ്തോപമ കഹത്തെ ഹേ. ഉപമയാണ് ഇതിൽ ഇല്ലാത്തത് എങ്കിൽ അതിനെ നമ്മൾ ഉപമേ ലുപ്തോപമ എന്ന് പറയുന്നു. ജയ്സെ പടീതി ബിജലീസി ബിഗരാൾ. അതിൽ യ ഉപമേ കൈകേയി കാ ലോപ് ഹോത്താ ഹേ. ഇവിടെ കൈകേയി എന്നുള്ളതാണ്, ഉപമേയാണ് ഇല്ലാതിരിക്കുന്നത്. വാചക് ശബ്ദ കാ കഥൻ ന ഹോനേക്ക് വാചക് ലുപ്തോപമ ഹോത്തി ഹേ. വാചക് ശബ്ദം പറയാത്തതിനാൽ അതിനെ വാചക് ലുപ്തോപമ എന്ന് പറയുന്നു. ജയ്സെ രതി രമണി മൂർത്തി രാധാ കി. യഹാം സമാൻ വാചക് ശബ്ദ കാ ലോപ് ഹേ. സമാൻ അതുപോലെ എന്നുള്ള വാചകമാണ് ഇതിൽ ഇല്ലാതിരിക്കുന്നത്. അതിനാൽ ഉപമാൻ കാ വർണ്ണന്യ കഥന്ന ഹോ വഹാ ഉപമാൻ ലുപ്തോപമ. അപ്രകാരം വരുന്നതിനെ നമ്മൾ ഉപമാൻ ലുപ്തോപമ എന്ന് പറയുന്നു. ജയ്സെ അതിനുള്ള ഉദാഹരണം ശ്യാം സമാൻ ദയാലു ഹേ. വഹാം ശ്യാം ഉപമേ ഹേ. ശ്യാം എന്നുള്ളത് ഉപമേയമാണ്. സമാൻ വാചക് ശബ്ദ और ദയാലു സാധാരണ. ആ സമാൻ വാചക് ശബ്ദ അല്ലെങ്കിൽ ദയാലു സാധാരണ ശബ്ദമാണ്. പർ ഉപമാൻ നഹി കഹ ഗയ. എവിടെയും ഉപമാൻ പറയുന്നില്ല, അതിനാൽ അതിനെ ഉപമാൻ ലുപ്തോപമ എന്ന് പറയുന്നു. रूपक अलंकार. रूपक का अर्थ किसी अन्य पदार्थ का रूप धारण कर लेना है. രൂപക് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ വേറെ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ രൂപം ധരിക്കുക എന്നുള്ളതാണ്. ജയ്സെ രാംലീല കെ ദിനോമേ കോയി സാധാരണ വ്യക്തി രാംചന്ദ്രജി കാ രൂപ ധാരൺ കർ ലീല കർത്താ ഹേ. രാംലീലയുടെ അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി ശ്രീരാമചന്ദ്രൻ്റെ വേഷം അണിഞ്ഞുകൊണ്ട് ആ കളികൾ കളിക്കുന്നു. ഇസ്ലിയെ കാവ്യശാസ്ത്രമേ രൂപക് അലങ്കാർ കാ പ്രयोग होता है. അതിനാൽ കാവ്യശാസ്ത്രത്തിൽ രൂപക അലങ്കാരം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു.
जहाँ उपमेय पर उपमान का निषेध रहित आरोप किया जाए वहाँ രൂപക अलंकार होता है. എവിടെയാണോ ഉപമേയത്തിൽ ഉപമാനത്തിൻ്റെ നിഷേധരഹിതമായിട്ടുള്ള ആരോപങ്ങൾ ഉണ്ടാകുന്നത് അവിടെ രൂപക अलंകാരം വരുന്നു. वाचक शब्द और साधारण धर्म का अलग तौर पर वर्णन नहीं होता. വാചക് ശബ്ദം അതല്ലെങ്കിൽ സാധാരണ ധർമ്മത്തിനെ വേറെ രീതിയിൽ ഇവിടെ വർണ്ണിക്കാൻ കഴിയുന്നില്ല. ജैसे चरण कमल बंदो हरिराय. इस युक्ति में चरणों पर कमलों का आरोप किया गया है. രൂപക് में ഉപമേയ और उपमान का कथन किया जाता है. ഈ വാക്കുകളിൽ കാലുകളെ താമരയുടേതായിട്ടാണ് ആരോപിക്കുന്നത്. അതിനാൽ ഇതിനെ രൂപകത്തിലെ ഉപമേയവും ഉപമാനവും മാത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. രൂപക अलंकार को कुछ भेद है उस यह है. അത് ഇതെല്ലാമാണ് സാങ് अलंकार, നിരംഗ് രൂപക് और പരമ്പരിത് രൂപക്. ഇപ്രകാരം 3 ഭേദങ്ങൾ ഈ രൂപക अलंകാറിനകത്ത് വരുന്നുണ്ട്. നാലാമത്തേത് उत्प्रेक्षा अलंकाराണ്. यहाँ उपमेय की उपमान से भिन्नता का बोध होते हुए भी संभावना प्रकट की जाए वह उत्प्रेक्षा अलंकार होता है. ഉപമേയത്തിൽ ഉപമാനത്തിൻ്റെ ആ ഭിന്നതയെക്കുറിച്ച് കാണിക്കുകയും അതിൽ പ്രകടമാവുകയും ചെയ്യുന്നു. അതിനെ उत्प्रेक्षा अलंकार ആകുന്നു. ജैसे ചരൺ മാനോ കമൽ ഹേ. കാലുകൾ താമര പോലെയാണ്. ഉപമേയ ചരൺ ഉപമാൻ കമലോം സെ ഭിന്ന തബ് ഭി സംഭാവന പ്രകട് ഗയി ഹേ. അതിനെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ചിത്രീകരിക്കുന്നു. उत्प्रेक्षा अलंकार के बोधक शब्दों में मानो, मानहु, मनु, जानो, जनु, शंग, ധ്രുവ്, പായ് ആദി മാനെ ജാത്തെ ഹേ. उत्प्रेक्षയിൽ വരുന്നത് മാനോ, മാനഹു, മനു, ജാനോ, ജനു, ശംഖ്, ധ്രുവ് ഇപ്രകാരമാണ് ഉപയോഗിക്കപ്പെടുന്നത്. इसके प्रयोग में उत्प्रेक्षा अलंकार सिद्ध होती है. ഈ പ്രയോഗങ്ങളിൽ നിന്നുമാണ് നമ്മൾ उत्प्रेक्षा अलंकार എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. उत्प्रेक्षा के 3 भेद है. उत्प्रेक्षा अलंकारത്തിന് 3 ഭേദങ്ങളാണ് ഉള്ളത്. വസ്തുത്പ്രേക്ഷ, ഹേതുത്പ്രേക്ഷ और ഫലോത്പ്രേക്ഷ. ഇപ്രകാരം 3 ഭേദങ്ങളാണ് അതിൽ ഉള്ളത്. അതിശയോക്തി. जहाँ ऐसा बढ़ा चढ़ाकर वर्णन किया जाए उपमेय और उपमान दोनों का अभेद प्रतीत हो जाए वहाँ അതിശയോക്തി अलंकार होता है. ഒന്നിനെ വളരെയധികം വലുതാക്കി വർണ്ണിക്കുകയും ഉപമേയവും ഉപമാനവും രണ്ടും അഭേദ് വ്യത്യാസം കാണാനായി കഴിയാതിരിക്കുകയും ചെയ്യുന്നതിനെ അതിശയോക്തി എന്ന് പറയുന്നു. ഹനുമാൻ की पूंज में लगन न पाई आग लंका सिगारी जई ഗയെ നിസാജർ ബാഗ. ഇവിടെ ഹനുമാൻ്റെ വാലിലെ ആ തീപിടിച്ച സന്ദർഭത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. യഹാ ഹനുമാൻ की पूंज में आग लगने से पहले ही लंका का जलन और राक्षसों का भाग जाना वर्णित है. യഥ യഹാം അതിശയോക്തി അലങ്കാർ ഹേ. ഇവിടെ ഹനുമാൻ്റെ വാലിൽ തീപിടിക്കാൻ തുടങ്ങിയതും ലങ്ക കത്തുകയും രാക്ഷസന്മാർ അവിടെ നിന്നും ഓടിപ്പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് വർണ്ണിക്കുന്നത്. അതിനാൽ ഇതിനെ അതിശയോക്തി അലങ്കാർ എന്ന് പറയുന്നു. അതിശയോക്തി അലങ്കാറിന് 7 ഭേദങ്ങളാണ് ഉള്ളത്. രൂപകാതിശയോക്തി, ഭേദകാതിശയോക്തി, അസംബന്ധാതിശയോക്തി, സംബന്ധാതിശയോക്തി, അതിശയോക്തി, അതിക്രമാതിശയോക്തി, ചപലാതിശയോക്തി. ഇത്രയും ഭേദങ്ങളാണ് ഇതിന് ഉള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.